ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 10 അടിമയെ മോചിപ്പിച്ച പ്രതിഫലം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഈ പറയുന്ന ദിക്ർ 100 തവണ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ 10 അടിമയെ മോചിപ്പിച്ച പ്രതിഫലം കിട്ടുന്നതാണ്. അതുപോലെ ഈ ദിക്റുണ്ടല്ലോ 10 പ്രാവശ്യം ഒരാൾ ചൊല്ലുകയാണെങ്കിൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സന്തതികളിൽപ്പെട്ട 4 അടിമകളെ മോചിപ്പിച്ചവനെ പോലെയാണ്. ഈ ദിക്ർ ഒരാൾ 1 ദിവസം 10 തവണ ചൊല്ലുകയാണെങ്കിൽ 100 തവണ ഒരാൾ ചൊല്ലുകയാണെങ്കിൽ ഉണ്ടല്ലോ 10 അടിമയെ മോചിപ്പിച്ച പ്രതിഫലമാണ്. മാത്രമല്ല അവന് 100 നന്മ എഴുതപ്പെടുകയും അവന്റെ 100 തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു തആല മായ്ക്കപ്പെടുന്നതുമാണ്. ആ ദിവസം തന്നെ പിശാചിൽ നിന്ന് അവൻക്ക് യാതൊരു ഉപദ്രവവും ഉണ്ടാവുകയില്ല. പിശാചിന്റെ കെണിവലകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല അവൻ ചെയ്ത ആ അമലിനേക്കാൾ കൂടുതൽ എത്രത്തോളമാണെന്നറിയുമോ? ആ 100 തവണ ആ ദിവസം വന്നവൻ ചൊല്ലിയാൽ അവൻ ചെയ്തതിനേക്കാൾ ശ്രേഷ്ഠമായതിനെ ചെയ്ത ഒരാളും ഉണ്ടാകുകയില്ല. അവനേക്കാൾ കൂടുതൽ ഈ ദിക്ർ ചൊല്ലിയവനല്ലാതെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ജീവിതത്തിൽ ഇതൊന്ന് പകർത്തണം. എല്ലാ ദിവസവും 100 തവണ ചൊല്ലണം. 10 അടിമയെ മോചിപ്പിച്ച പ്രതിഫലം നമുക്ക് വാങ്ങാൻ സാധിക്കണം ഇൻഷാ അല്ലാഹ്. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദുലാസിൽ ഏറ്റവും ഭാരം തൂങ്ങുന്ന ദിക്റിനെ കുറിച്ച്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന ദിക്റിനെ കുറിച്ച്. അല്ലാഹുവേ ദിക്റുകളൊക്കെ ചൊല്ലാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ചെറിയ അമലുകളെ കൊണ്ട് വലിയ പ്രതിഫലം വാങ്ങുന്ന അദ്കാറുകളാണ് നമ്മൾ പറയുന്നത്.